RSPയിൽ വീണ്ടും രാജി. RSP സംസ്ഥാന കമ്മിറ്റി അംഗം സജി ഡി ആനന്ദ് രാജിവെച്ചു. ഷിബു ബേബി ജോണിന്റെ ഏകാധിപത്യ നടപടിക്കെതിരാണ് രാജിയെന്ന് സജി പറഞ്ഞു. RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ സംഘടനാപരമായ ചില കാര്യങ്ങളുണ്ട്. ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്, ആ തീരുമാനങ്ങൾ സംഘടനാപരമായിട്ടല്ല എടുത്തത് എന്നുള്ളതാണ് പ്രശ്നം. അതിൽ ഭൂരിപക്ഷാടിസ്ഥാനത്തിലാണ് ഓരോ തീരുമാനങ്ങളും എടുക്കുക. അതിൽ ഭൂരിപക്ഷം കിട്ടിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയില്ല. ഒരാൾ സ്വേച്ഛാധിപത്യപരമായി ഒരു സ്ഥാനാർത്ഥിയെ ഏകപക്ഷീയമായി കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുകയാണ്. ആർക്കാണ് നീതി നിഷേധിക്കപ്പെട്ടത്? നീതി നിഷേധിക്കപ്പെട്ട ആള് ഭൂരിപക്ഷം കിട്ടിയ ആളാണ്. ഇത് കാർത്തിക് പ്രേമചന്ദ്രൻ. സംഘടനാപരമായി എടുക്കേണ്ട കാര്യങ്ങൾ എടുത്തില്ല. അതിൽ സ്വേച്ഛാധിപത്യപരമായ സമീപനം ഷിബു ബേബി ജോൺ അല്ലാതാര്, അതിനൊരു മാറ്റവും ഇല്ല. ലിജോ റോളൻസ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ലിജോ, കഴിഞ്ഞ ദിവസം നൌഷാദിന്റെ രാജിയുണ്ടായത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെയായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇരവിപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെയാണ് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ആദ്യം മണ്ഡലം പ്രസിഡന്റായിട്ടുണ്ടായിരുന്ന N നൌഷാദ് രാജിവെച്ചിരുന്നു. പക്ഷേ രാജി സ്വീകരിക്കാതെ നേതാക്കൾ ഇടപെട്ടത് അനുനയിപ്പിക്കുന്ന ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് മുതിർന്ന നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സജി ഡി ആനന്ദ് പാർട്ടി വിട്ടിരിക്കുന്നു. നൌഷാദ് പാർട്ടി സ്ഥാനങ്ങളായിരുന്നു രാജിവെച്ചതെങ്കിൽ സജി ഡി ആനന്ദ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തേക്ക് അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി കത്തൊന്നും കൊടുക്കാൻ താൻ തയ്യാറല്ല, ഈ പേരിൽ ഇനി ആ പാർട്ടി കമ്മിറ്റി ഓഫീസിലേക്ക് കയറി ചെല്ലാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് സജി ഡി ആനന്ദ് പറഞ്ഞത്. എന്തായാലും രാജിവെച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നേതൃത്വത്തിനെതിരെ ഗൗരവമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഷിബു ബേബി ജോണിനെതിരെയാണ് പല ആരോപണങ്ങളും പറയുന്നത്. സ്വേച്ഛാധിപത്യമായ ഏകാധിപത്യ നിലപാടുകളാണ് ഷിബു ബേബി ജോൺ എടുക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇരവിപുരത്തെ സ്ഥാനാർത്ഥിത്വം. കാരണം ഏറ്റവും അധികം ആളുകളുടെ പിന്തുണ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ലഭിച്ച ആളിനെ സ്ഥാനാർത്ഥിയാക്കാതെ മറ്റൊരാളിലേക്ക് സ്ഥാനാർത്ഥിത്വം കൊണ്ടെത്തിച്ചതിന്റെ പ്രധാന പങ്കുവഹിച്ചത് ഷിബു ബേബി ജോൺ എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഭൂരിപക്ഷം ലഭിച്ച കാർത്തിക് പ്രേമചന്ദ്രൻ, അതായത് MP പ്രേമചന്ദ്രന്റെ മകനായിട്ടുള്ള കാർത്തിക് പ്രേമചന്ദ്രനെ ഒഴിവാക്കുകയും സമവായം എന്ന പേരിൽ തനിക്കിഷ്ടപ്പെട്ട ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കി വയ്ക്കുകയും ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പാർട്ടിയിൽ ഇനി താൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത്. എന്തായാലും പാർട്ടി വിട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ആണ് ഷിബു ബേബി ജോണിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സജി ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടത്. പണാധിപത്യ പാർട്ടിയായി RSP മാറി എന്നുള്ളൊരു ഗൗരവകരമായിട്ടുള്ള ഒരു ആരോപണം കൂടെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും സജി ഡി ആനന്ദ് പുറത്തു പോയത് ഇരവിപുരത്തെ സംബന്ധിച്ചിടത്തോളം സ്വാധീനമുള്ള ഒരു തൊഴിലാളി നേതാവ് കൂടിയാണ് സജി ഡി ആനന്ദ്. അതെങ്ങനെ ബാധിക്കും? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28,000 അവിടെ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം. ഈ ഒരു UDF തരംഗമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എന്താകും അതിന്റെ ബാക്കി ഫലങ്ങൾ എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ സജിയുടെ വിഷയത്തിൽ ഒരു സമവായത്തിന് നേതൃത്വം ഇടപെടാനുള്ള ഒരു സാധ്യതയുണ്ടോ? സജിയുടെ നിലപാട് അതിൽ തിരുത്താനുള്ള സാധ്യത അതുണ്ടോ? സജി ഡി ആനന്ദിന്റെ വിഷയത്തിൽ കാര്യം നേതാക്കളെല്ലാം തന്നെ ഷിബു ബേബി ജോൺ ആയിക്കോട്ടെ, ARCS ആയിക്കോട്ടെ, മറ്റ് നേതൃത്വം എല്ലാം തന്നെ MP ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇന്ന് UDFന്റെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തിരക്കിലാണ്. നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ സജീവമായി സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പലരും വിളിച്ചപ്പോൾ കൃത്യമായി അതിൽ ഒരു മറുപടി നൽകാൻ സജി തയ്യാറായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ കഴിയുന്നത്. സംസാരിച്ചാൽ പോലും ഇത്രത്തോളം രൂക്ഷമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച ഒരാളോട് സംസാരിച്ച് അനുനയിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. നൌഷാദ് ഇത്രത്തോളം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, തനിക്കുണ്ടായ വിഷമങ്ങൾ മാത്രമായിരുന്നു പങ്കുവച്ചതെങ്കിൽ സജി അത് ഒരു പടി കൂടെ കടന്നുകൊണ്ട് ആ പാർട്ടിക്കുള്ളിൽ, അതായത് നേതൃത്വത്തിൽ തന്നെ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വരുന്നത്. മാത്രവുമല്ല മറ്റൊരു കാര്യം അറിയാൻ കഴിയുന്നത്, എന്തായാലും ഇടതുപക്ഷ നേതൃത്വവുമായി ബന്ധപ്പെട്ട് CPM ഒക്കെയായി ബന്ധപ്പെട്ട് ചില നേതാക്കൾ സജീവമായി ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അങ്ങനെ ഒരു മാറ്റത്തിന് കൂടെ സാക്ഷ്യം വഹിക്കും. ശരി, ലിജോ റോളൻസ് ആണ് വിശദാംശങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്നും.